മറ്റൊരു ഉമ്മയാണുള്ളത്. ഷാമില ബീവി ഖാസിം, പോലീസ് കള്ളക്കേസ് ചുമത്തിയ ഇടുക്കിയിലെ വിദ്യാർത്ഥി ആസഫിന്റെ അമ്മ. ഷാമില ബീവി, ഈ സംഭവം ഒന്ന് വിശദീകരിക്കാമോ? മകനെ കള്ളക്കേസിൽ ചുമത്തിക്കൊണ്ട് 12 ദിവസം ജയിലിൽ പാർപ്പിച്ചു. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? എന്താണ് ഈ കേസ്? ഈ കേസിനെ സംബന്ധിച്ച് ആസ്പദമായിട്ടുള്ള ആദ്യ സംഭവം ഉണ്ടാകുന്നത് മാർച്ച് 5 2024 മോന്റെ കൂട്ടുകാരൻ മോന്റെ ബൈക്കുമായിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ഓടിക്കാൻ എടുത്തുകൊണ്ട് പോയി. ആ സമയത്ത് ഈ സുനേഹ എന്ന് പറഞ്ഞ എസ് കട്ടപ്പന ടൗണിൽ വെച്ച് ആ കുട്ടിയെ പിടിക്കുകയും അവനെ പിടിച്ചുകൊണ്ട് പോയി അതിക്രൂരമായിട്ട് മർദ്ദിക്കുകയും കള്ളക്കേസിട്ട് FIR ഇടുകയും ചെയ്തു. എന്റെ ഈ വണ്ടി ഇവര് വിട്ടു തരാതിരുന്നപ്പം ഉന്നത ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പം സുനേഹ എസ്ഐക്ക് ഇത് കോർട്ടിലോട്ട് കൊടുക്കാനും വയ്യ, എനിക്ക് തരാനും വയ്യാത്തൊരു ഈഗോ ക്ലാഷ് ഉണ്ടായി. ഇയാൾ 29 ദിവസം ഈ സ്റ്റേഷനിൽ ഇത് സൂക്ഷിച്ചു. 29 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് DYSP സാറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് സാറാണ് CA ഓർഡർ ഇട്ടിട്ട് എനിക്ക് വണ്ടി ഇറക്കി തരുന്നത്. ഈ വണ്ടി ഇറക്കി തന്നതിന് ശേഷം ഏപ്രിൽ 1-ാം തീയതിയാണ് ഈ വണ്ടി തരുന്നത്. ശേഷം ഇവർ ഏപ്രിൽ 25-ാം തീയതി നമ്മുടെ ഇലക്ഷന്റെ തലേന്ന് വൈകിട്ട് ഇരട്ടയാറ് കൂട്ടുകാരുടെ വീട്ടിൽ പോയിട്ട് വരുന്ന വഴിക്ക് എന്റെ മോൻ മുമ്പേ പാസ് ചെയ്ത് പോയി. കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു മോനുണ്ടായിരുന്നു. അവനെ കാണാതായപ്പോഴത്തേന് ഇരട്ടയാറ് ടൗണിൽ നിർത്തി നോക്കി. അവിടെ വെയിറ്റ് ചെയ്ത സമയത്ത് പോലീസുകാരെ വണ്ടിയും ആൾക്കാരെയും കണ്ട് മോൻ അങ്ങോട്ടേക്ക് നടന്ന് ചെല്ലുമായിരുന്നു. ചെന്നപ്പോഴത്തേനും ഒരു കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പോലീസുകാരൻ വന്നിട്ട് എന്റെ മോന്റെ ഷർട്ടിന്റെ കോളറെ പിടിച്ച് വലിച്ചുകൊണ്ട് പോയി SIയുടെ മുമ്പിൽ നിർത്തി. അപ്പൊ SI അവിടെ വലിയൊരു കള്ളത്തരം നാട്ടുകാരോട് വിളിച്ചു പറഞ്ഞു, ഇവന്റെ വണ്ടിയാണ് കഴിഞ്ഞ പ്രാവശ്യം എന്നെ ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. അപ്പൊ മോൻ പറയുന്നുണ്ട്, ഞാനല്ല സാറേ, എന്റെ കൂട്ടുകാരന്റെ കയ്യിലായിരുന്നു വണ്ടിന്ന്. കേരടാന്ന് പറഞ്ഞിട്ട് മുടിക്കുത്തിന് പിടിച്ചു വലിച്ച് എന്റെ മോനെ ജീൻസിന്റെ ബക്കളേനും കൂട്ടി പിടിച്ചിട്ട് വണ്ടിക്കകത്ത് ഇടിച്ച് തള്ളുമായിരുന്നു. പിന്നെ അവിടുന്ന് ഫോൺ എടുക്കാനൊന്നും അനുവദിക്കാതെ സ്റ്റേഷനിൽ കൊണ്ട് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ ഇറക്കി CCTVയുടെ ദൃശ്യത്തിൽ തന്നെ മോനെ അടിക്കുന്നുണ്ട്. അവിടുന്ന് ഫയൽ റൂമിൽ കയറ്റിയിട്ട് ഡ്രസ്സ് മൊത്തം അഴിച്ച് എന്റെ മോനെ ഉപദ്രവിച്ച് ശേഷം അണ്ടർവെയറോടുകൂടി മാത്രം എന്റെ മോനെ ലോക്കപ്പിന്റെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തി ഒരു 5 മിനിറ്റോളം. ശേഷം കൊണ്ട് ഡ്രസ്സ് ഇട്ടോളാൻ പറഞ്ഞു. എന്നിട്ട് രാത്രിക്ക് മൊത്തം ഹാൻഡ് കപ്പ് ഇട്ട് കെട്ടി എന്റെ കുഞ്ഞിനെ അവിടെ ഇട്ടു. ഒന്ന് അനങ്ങാൻ പോലും ഒന്നും ആകാതെ എന്റെ വീട്ടിൽ നിന്ന് ഒരാൾക്കാർ വിട്ടൊന്ന് കാണിക്കാൻ കൂട്ടാകാതെ കൊലപ്രതികളെ പോലും ഇതുപോലെ ചെയ്യത്തില്ല. ആ രീതിക്ക് ഇയാളുടെ ഈഗോ എന്റെ മോന്റെ മേൽ അടിച്ചേൽപ്പിച്ചു. ഇതെല്ലാം കേട്ട് ഈ കള്ളക്കഥ മെനഞ്ഞ് കെട്ടുകഥയാണെന്ന് അറിഞ്ഞിട്ട് പോലും CI എന്റെ മോനോട് ഒരു അന്വേഷണം നടത്താതെ 12 ദിവസം പോസ്റ്റൽ സ്കൂളിലേക്ക് റിമാൻഡ് ചെയ്തു. ഈ കേസുകളെല്ലാം തെളിഞ്ഞിട്ടും ഇതുവരെ ഈ FIR പോവുകയോ അല്ലെങ്കിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. ഈ കള്ളക്കേസ് എടുത്ത ഈ SIക്കും ഡ്രൈവർ മനു, അയാൾ കയ്യിൽ വലിയ കെട്ടൊക്കെ കെട്ടിയാണ് ന്യൂസ് ചാനൽ അന്ന് കൊടുത്ത് എന്റെ മോൻ ഇടിച്ച് തെറിപ്പിച്ചാന്നൊക്കെ പറഞ്ഞിട്ടാണ് FIR വീണത്. അപ്പം ഇതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം. ഈ 2 പോലീസുകാർ, ഈ CPO മനുവിനെയും SI സുനേഖിനെയും സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്യണം. കള്ളക്കേസ് എടുത്ത് CIക്കെതിരെ സസ്പെൻഡ് ചെയ്തിട്ട് അയാളെ അന്വേഷണത്തിന് വിധേയമാക്കണം. ഇതാണ് എന്റെ ആവശ്യം. എന്റെ മോന്റെ വിദ്യാഭ്യാസം മുടങ്ങി നിൽക്കുകയാണ് ഇപ്പോ 2 വർഷമായി. ഇതിനിടയ്ക്ക് നമ്മളോട് സെറ്റിൽമെന്റിന് വീട്ടിൽ വന്നു. ലക്ഷങ്ങൾ നമ്മുടെ വീട്ടിൽ, എന്റെ കസിൻ ബ്രദർ ഫോറസ്റ്റ് ഓഫീസറാണ്, ആളുടെ വീട്ടിൽ 3 തവണ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്ന് സെറ്റിൽമെന്റ് സംസാരിച്ചു. നമ്മൾ അതിന് പോയിട്ടില്ല. മനുഷ്യാവകാശ കമ്മീഷന്റെ ഒറ്റ ഇതിലാണ് നമുക്ക് റിപ്പോർട്ടുകൾ മൊത്തം കിട്ടിയേക്കുന്നത്. അതിൽ തന്നെ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിലാണെങ്കിലും കള്ളത്തരങ്ങളുണ്ട്. അതായത് ഈ പോലീസ് വാഹനത്തിലിരുന്ന മറ്റൊരു പോലീസുകാരന്റെ മൊഴി എന്ന് പറയുന്നത് വാഹനം 2 ബൈക്കുകളും അമിത വേഗത്തിലല്ലായിരുന്നു എന്നുള്ളതാണ്. അതിനകത്ത് അമിത വേഗത്തിലായിരുന്നു എന്നും ഹെൽമെറ്റ് ഇല്ലെന്നും നമ്പർ പ്ലേറ്റ് ഇല്ലെന്നും വെച്ചുള്ള വകുപ്പുകളാണ് MB ആക്ട് ആണ് ഇപ്പം ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയേക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഈ വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് ഊരി വെച്ച ദൃശ്യവും നമ്മുടെ കയ്യിലുണ്ട്. ഇത്രയും കള്ളത്തരങ്ങൾ അതിന്റെ ദൃശ്യങ്ങൾ നിങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട്, മൊബൈൽ എടുത്തിട്ടുണ്ട്? ഉണ്ട്, നമ്മുടെ കയ്യിലെല്ലാം ഉണ്ട്. അതന്നെയല്ല, പോലീസിന്റെ റിപ്പോർട്ടിൽ തന്നെ ഉണ്ടല്ലോ മോനെ ഫയൽ റൂമിൽ കയറ്റിയതും ഫ്രണ്ടിൽ നിന്ന് അടിച്ചതും ഉപദ്രവിച്ചതും ഒക്കെ അവരുടെ റിപ്പോർട്ടിനകത്തുണ്ട്. ഇതൊന്നും പിന്നെ മോൻ ഒരു കാരണവശാലും മജിസ്ട്രേറ്റിന്റെ മുമ്പിലോ ഡോക്ടറുടെ മുമ്പിലോ മോനെ ഉപദ്രവിച്ചത് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ പോസ്റ്റൽ സ്കൂളിൽ എന്റെ കാക്കനാട്ടേക്ക്, എന്റെ നാട്ടിലേക്കാണ് നിന്നെ റിമാൻഡ് ചെയ്യുന്നതെന്ന് ഇയാള് ഭീഷണിപ്പെടുത്തി. ഒരു സ്റ്റേഷനകത്ത് നിരപരാധി എന്റെ കുഞ്ഞിതാ അനുഭവിക്കുമ്പോൾ അന്ന് 18 വയസ്സും മാസങ്ങളെ പ്രായമുള്ളൂ. അവൻ ഭയന്നിട്ട് ആരോടും ഒന്നും പറഞ്ഞില്ല. ജയിലിൽ പോയി കിടന്നിട്ട് അവിടെ നിന്ന് 2-ാമത്തെ ദിവസം പനി കൂടി വളരെ ബുദ്ധിമുട്ടായിട്ട് അവിടെ പറഞ്ഞപ്പോഴത്തേനും അവര് പറഞ്ഞു, ജയിൽ സൂപ്രണ്ട് പറഞ്ഞു, ഗുളികകൾ കൊടുത്തിട്ട് പറഞ്ഞു, ഇലക്ഷന്റെ ഡ്യൂട്ടി ആയതുകൊണ്ട് ആൾക്കാരെല്ലാം പോയിക്കുന്നതുകൊണ്ട് ഇവിടെ ആരും കൊണ്ടുപോകാനില്ല മോനെ എന്ന് പറഞ്ഞിട്ട് അവനെ മെഡിസിൻ കൊടുത്ത് അവിടെ നിർത്തുമായിരുന്നു ചെയ്തത്. റിമാൻഡ് ചെയ്തില്ലെങ്കിൽ എന്റെ മോനെ പുറത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ബുദ്ധിമുട്ടാവുമെന്ന് മനസ്സിലാക്കി തന്നെയാണ് മനഃപൂർവ്വം എന്റെ മോനെ റിമാൻഡ് ചെയ്യാൻ ഈ CI കൂട്ടുന്നത്. ഇത് ഒരു പരാതിയായി കൊടുത്തില്ലേ?
എന്തോ പരാതിയായിട്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ നിലവിലുള്ള പരാതി ഇപ്പം ഇവരുടെ FIR നിലനിൽക്കുവാണല്ലോ. മനുഷ്യാവകാശ കമ്മീഷൻ ഇതിന്റെ വിധി എന്താണെന്ന് നമ്മൾ വെയിറ്റ് ചെയ്യുവാണ്. അതല്ലാതെ പോലീസ് സ്റ്റേഷനിൽ ഇത് കള്ളക്കേസാണ് എന്നുള്ള പരാതി കൊടുത്തിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ കള്ളക്കേസായിട്ട് നമ്മൾ കൊടുത്തിട്ട് അവര് നമ്മളെ മൊഴിയെടുക്കാൻ ഇതിനൊന്നും തയ്യാറായിട്ടില്ല. മനുഷ്യാവകാശ കമ്മീഷനും ക്രൈംബ്രാഞ്ചിൽ നിന്നാണ് നമുക്ക് ഇതിന്റെ മൊഴിയെല്ലാം മോനെ വിളിച്ചെടുത്തേക്കുന്നത്. നിലവിൽ മനുഷ്യാവകാശ കമ്മീഷനിൽ മാത്രമാണ് പരാതിപ്പെട്ടിരിക്കുന്നത്. മറ്റേത് മൊഴി എടുക്കാൻ തയ്യാറാവാത്തതുകൊണ്ട് നിങ്ങൾ കൊടുത്തില്ല അല്ലേ? മനുഷ്യാവകാശ കമ്മീഷന് മാത്രമല്ല, മുഖ്യമന്ത്രിക്കും DGPക്കും എല്ലാം SP-ക്കും എല്ലാവർക്കും കൊടുത്തിരുന്നു പരാതി. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിലാണ് ഇത് കള്ളക്കേസാണെന്നും MB ആക്ട് മാത്രമുള്ളെന്നും പറഞ്ഞ് ഇത് വന്നേക്കുന്ന കുറ്റപത്രം കൊടുത്തേക്കുന്ന കോടതിക്ക്. ഇപ്പൊ നിലവിൽ മോനൊരു PCC വെച്ചിട്ട് പോലും ഈ FIR നിലനിൽക്കുന്നുണ്ട്. PCC റിജക്റ്റ് ആയി നിൽക്കുകയാണ്. മകൻ എന്താ പഠിക്കുന്നത്? മോൻ +2-ന്റെ ലാസ്റ്റ് രണ്ട് എക്സാം ഉണ്ടല്ലോ, ആ ടൈമിനാണ് മോന്റെ കൂട്ടുകാരൻ ഈ ബൈക്കും കൊണ്ട് പോകുന്നത്. അന്ന് രാത്രി തലേന്ന് ഈ ബൈക്കിന് വേണ്ടി കരഞ്ഞ് ഒരുപാട് 1 മണി വരെയോളം ഈ സ്റ്റേഷനിൽ നിന്നിട്ട് ഈ CIയും ഈ SIയും അന്ന് എന്റെ മോനെ ഒരുപാട് അനാവശ്യവും ചീത്തകളും വിളിച്ച് ഇറങ്ങി പോടാന്ന് പറഞ്ഞ് രാത്രി 1 മണിക്ക് ഇറക്കി വിട്ടു. LKG തൊട്ട് +2 വരെ പ്രൈവറ്റ് സ്കൂളിൽ പഠിച്ച എന്റെ മോൻ ഒരു വിഷയത്തിന് പോലും അന്ന് വരെ തോറ്റിട്ടില്ല. അതിനുശേഷം ഈ 2 എക്സാം അവന് ഫെയിൽ ആയി പോയിരിക്കുകയാണ്. ഇതുവരെ അവന്റെ മാനസികാവസ്ഥ ശരിയാവുമോ, അവനൊന്ന് എഴുതിയെടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയോ ആയിട്ടില്ല ഇതുവരെ. എന്തൊരവസ്ഥയാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.